നമസ്കാരം. സ്ത്രീകളുടെ കഴിവുകൾക്ക് മാറ്റുരയ്ക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ സ്വന്തം വേദി, ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഇന്നും കൈലാഷും ശ്രീദേവി ചേച്ചി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരിക്കൽ കൂടി നമുക്ക് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈലാഷ് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഭയങ്കര രസം. അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പല ഓർമ്മകളുണ്ട്. പക്ഷെ കൈലാഷിന് ഈ ഓന്ത് എലി എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരോട് സംസാരിക്കുന്ന ഒരു ഭാഷ കുട്ടിക്കാലത്ത് സ്വഭാവം ഉണ്ടായിരുന്നില്ലല്ലോ. വലുതായപ്പോൾ അതൊക്കെ പഠിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൃഗങ്ങളുടെ കൂടെ മാത്രം? ടി വി ചന്ദ്രൻ സാറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന സിനിമ കുറച്ച് മുമ്പാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ പേഴ്സണലി വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മളൊരുപാട് ആക്ടേഴ്സിനോട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾക്കൊപ്പം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10-15 ഏക്കർ പറമ്പ് ഒരു സ്ഥലത്ത് അനാഥമായി കിടന്നത് അമ്മയുടെ വഴിക്ക് നമുക്ക് കിട്ടുന്നതും ആ സ്ഥലത്തേക്ക് ഇയാൾ പോകുന്നതുമാണ് ആ സിനിമയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പം ഇയാൾ അവിടേക്ക് കയറുമ്പോൾ ആ ഒരു അനാഥമായി കിടക്കുന്ന ആ വലിയ സ്ഥലത്തേക്ക് ഇയാൾ വരുമ്പോൾ അത്രയും നാള് അവിടെ വവ്വാലും അവിടുത്തെ പാമ്പും അവിടുത്തെ പാറ്റയും പല്ലിയും ആമയും ഇവരൊക്കെയാണ് അത് നോക്കിയത് ഇത്രയും നാള്. കാരണം ഒരു ബന്ധുക്കളും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അങ്ങനെ ചിന്തിക്കാൻ അയാൾക്ക് വേറൊരു റീസൺ ഉണ്ട്. അത് ആ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കൊപ്പം ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് പേഴ്സണലി വലിയ സന്തോഷമാണ്. കാരണം രാമേന്ദ്ര ബാബു സാറാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്യുന്നത്. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ തവള അവിടെ വിട്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫേസ് അവിടെ വെച്ചിട്ട് ഈ തവള ഇങ്ങോട്ടേക്ക് ചാടണം. അപ്പോൾ ഇത് ഫോക്കസിൽ ചാടണ്ടേ. അപ്പോൾ തവളയ്ക്കിപ്പോൾ എന്ത് ടി വി ചന്ദ്രൻ സാറ്, എന്ത് രാമേന്ദ്ര ബാബു സാറ്, ഇതാണ് പ്രശ്നം. പക്ഷെ തവള ആദ്യം വരുന്ന സ്ഥലത്തായിരിക്കില്ല രണ്ടാമത് ചാടുക. അപ്പോൾ ഈ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ലൊക്കേഷനിലെ സൈലൻസ് ഭയങ്കരമാണ്. കാരണം ഇതുങ്ങളെല്ലാം നോക്കണം, ഇതുങ്ങളെല്ലാം അത് കഴിക്കുന്ന അല്ല അത് നടക്കുന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട എല്ലാവരും. കാരണം ഈ ആമയൊക്കെ നമ്മൾ അധികം ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തല അകത്തേക്ക് ഇടും. പിന്നെ ഇത് അരമണിക്കൂർ എടുക്കും തിരിച്ചു വരാൻ. അപ്പം നമ്മൾ ഡയലോഗ് പറയുന്നത് പല സമയത്തും ഒരു പ്രാവശ്യം പറഞ്ഞാലും ആക്ഷൻ കട്ടൊന്നുമില്ല. പറഞ്ഞോ സാർ പറയാം, ഡയലോഗ് പറഞ്ഞോ. അപ്പോൾ ഞാനിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഫോഴ്സിൽ പറയാൻ പറ്റില്ല. കാരണം ഇത് അടുത്തിരിക്കുകയാണ്, അതിനോടാ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അതങ്ങനെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നോക്കും നമ്മളെ. അങ്ങനെ നോക്കുന്ന സമയത്ത് സാർ പറയും, ഒരു പ്രാവശ്യം കൂടെ ഡയലോഗ് പറഞ്ഞോ, റിപ്പീറ്റ് ചെയ്തോ, കാരണം ഒന്നും കൂടി ഭംഗിയായി കിട്ടിയാലോ. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയും. ഒരു സ്ഥലത്ത് ഞാൻ ഇന്നും ഓർക്കുന്നത്, ചന്ദ്രൻ സാറ് ഗ്രേറ്റ് ടാലൻറ്റഡ് ഡയറക്ടറാണ്. ഒരു പല്ലിനെ ഇങ്ങനെ വെച്ചിട്ട്, ഈ പല്ലിയുടെ പ്രശ്നം വെച്ചാൽ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാല് മുറിച്ചോളെ. ഈ പല്ലിനെ പിന്നെ കിട്ടണ്ടേ, ഭയങ്കര പ്രയാസമാണ്. അസോസിയേറ്റ് ഡയറക്ടറും പാഡൊന്നും അല്ല ഇവരുടെ ഇരിക്കണേ, ഇവർ ഇതുങ്ങളെ നോക്കലാണ്. അപ്പോൾ ഇതിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു ഫ്രെയിമിൽ ലൈറ്റിൽ വെച്ചേക്കുക. അപ്പോൾ ഇത് നടന്നു പോയ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനോട് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് വാല് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അവർ എവിടുന്ന് ഒരു പല്ലീനെ കൊണ്ടുവന്നിട്ട് ഒരു ഇതോടെ വെച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു, ആ ഷോട്ട് ഓക്കെ. അപ്പം രണ്ടാമത്തെ ഷോട്ട് സാർ എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല അതെന്താന്ന്. കാരണം ഞാൻ ഇങ്ങനെ തന്നെ ഫേസ് ക്യാമറയിലിരിക്കുക, ഇവിടെ ഈ ഭിത്തിയുടെ അടുത്ത് ഈ പല്ലിയുണ്ട്. സാറ് എന്ന് ഓർക്കുന്നു വന്നിട്ട് എൻ്റെ തല ഇങ്ങനെ പിടിച്ചിട്ട് ആ ഭിത്തിയിലോട്ട് അങ്ങ് ചേർത്ത് വെച്ചിട്ട് ഡയലോഗ് പറഞ്ഞോ. അതായത് കുറച്ചുകൂടെ ക്ലോസിൽ അതിൻ്റെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ. സാറ് കുറച്ചു നേരമായിട്ട് അതാ പറയുന്നത്, കുറച്ചുകൂടെ അടുത്ത് പോയി പറയാൻ കിട്ടുമെന്ന് നോക്കുന്നത്. പക്ഷെ എനിക്ക് അത് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. ഭയങ്കര രസകരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമ. ആദ്യമായിട്ട് ചെയ്തൊരു ഫെസ്റ്റിവൽ മൂവി, അതും കൂടി ഒരേ ഒരു ഫെസ്റ്റിവൽ മൂവി അതാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്, ആ ഒരു എക്സ്പീരിയൻസ്. നീലത്താമര സിനിമയിൽ ചേച്ചി കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അന്ന് നമ്മൾ അതിൽ കണ്ടു, ചേച്ചി കമ്പോസ് ചെയ്തു, ഡാൻസ് കളിച്ചു. ഇന്ന് നമുക്ക് ലൈവായിട്ട് ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കാണാതെ റെഡ് കാർപ്പറ്റ് ഒരിക്കലും അത് എന്താ വരാത്തെ, എന്താ ചോദിക്കാത്തെന്ന് വെച്ചാൽ അപ്പൊ എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, കാണാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. തല്ലി വലച്ചു ചെന്താർ ഗണകൊണ്ടെന്നെ മുല്ല
തെല്ലുമൻപെന്നിയേ തല്ലി വലച്ചു ചെന്താർ കണകൊണ്ടെന്നെ അല്ലലകലവേ നീ കില്ലൊഴിഞ്ഞു വിരവിൽ അല്ലലകലവേ നീ കില്ലൊഴിഞ്ഞു വിരവിൽ മെല്ലെ പുണരുക ഭൂമേനിയോടണച്ചിപ്പോൾ ഹത്തല്ലിയന്നിടുന്നുൾ കാമ്പിലി പൊഴുതയ്യോ ഞാൻ എന്തു ചെയ്യൂ ഓ അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി വരാനുള്ള സമയമായിരിക്കുകയാണ്. നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ, അതായത് വയലിനിലൂടെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് ഒരു വയലിനിസ്റ്റ് ആണ് ഇന്നിവിടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശിശിര ആർ ശങ്കർ. മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, പുതിയ വിശേഷങ്ങൾ. ഈ വൈറലായതിനു ശേഷം എന്താണ് ജീവിതത്തിൽ വന്നൊരു മാറ്റം? പാലക്കാട്ടുകാർ എന്ത് പറയുന്നു? പ്രോഗ്രാംസ് അത്യാവശ്യം നല്ല രീതിക്ക് വരാറുണ്ട്. ഓക്കെ. പിന്നെ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്ത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പാലക്കാട് കൽപ്പാത്തി അവിടെയൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കലാപരമായിട്ടുള്ള ഒരു കാറ്റ് വീശണ സ്ഥലമാണ്. അവിടെ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അങ്ങനെ വളരെ കുഞ്ഞു പ്രായത്തിൽ തോന്നിയ ഒരു ആഗ്രഹം, ഇഷ്ടമാണോ ഈ വയലിൻ എന്ന് പറയുന്നത്? തീർച്ചയായും. അപ്പോൾ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ, അല്ലേ? അപ്പോൾ അത് പഠിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വേണോ, ശരിയാവോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല പാട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ BA-ക്കും റാങ്ക് ഉണ്ടായിരുന്നു, അല്ലേ? 3rd റാങ്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോ BA, ഇപ്പൊ MA ആണല്ലേ? MA സെക്കൻഡ് ഇയർ വയലിൻ എടുത്ത് ഗംഭീരമായി ആ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. കൈലാഷിന് എന്താണ് ഇഷ്ടം വയലിൻ പഠിക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ? തീർച്ചയായിട്ടും ശിശിരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ വയലിൻ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് ഭയങ്കര പെയിൻഫുൾ ആയ സിറ്റുവേഷനിലാണ്. നമ്മൾ പറയില്ലേ, ഞാനൊക്കെ പറയാറുണ്ട്, വിഷമിക്കുമ്പോൾ നീ വെറുതെ വയലും വായിക്കല്ലേ, അതായത് നീ അത് വിട് എന്നാ പറയണേ. പക്ഷെ വയലിൻ പെയിൻ മാത്രമല്ല, അതൊരു ഇമോഷനാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വല്ലാത്ത ചില സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരാളായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ശിശിര നല്ല ഭയങ്കര രസകരമായ ഒരു പേരാണ്. ആ പേര് വയലിനിലൂടെ നിങ്ങളുടെ മറ്റുള്ള പ്രശസ്തി ആർജിക്കട്ടെ. ഇനി ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ളത് ശിശിരയോട്? എനിക്ക് ചോദിക്കാനും പറയാനും ആശംസിക്കാനും ഒരുപാട് സ്നേഹം തരാനുണ്ട്. കാരണം ഇതൊക്കെ ഈ ഓരോരോ അവസരം വരുമ്പോൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ ട്രിഗർ ചെയ്യും. ഞാൻ കുറച്ച് വയലിൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പൊന്നാളിയാ, അതുകൊണ്ടാ. വയലിൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കർണാട്ടിക് പഠിക്കാതെ അല്ല, കുറച്ച് മൃദംഗം പഠിച്ചു. അപ്പോൾ കയ്യിന് സ്പോണ്ടിലോസിസ് പറഞ്ഞെല്ലാം ഒഴിവായി. വയലിൻ പഠിച്ചത് നല്ല വേദന, വിരല് നമ്മളിങ്ങനെ നീക്കുമ്പോൾ നല്ല വേദനയൊക്കെ അല്ലേ ആ തുടക്കത്തിൽ. അപ്പോൾ പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ആദ്യമേ കുട്ടിക്കാലം മുതൽക്ക് പഠിക്കണോണ്ടാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമുക്ക് ഈ സപ്തസ്വരങ്ങളോ അതും ഇതൊക്കെ അതിൻ്റെയൊക്കെ വേരിയേഷൻസ് ഒക്കെ വേഗം കിട്ടുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ
വയലിൻ എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൽ ഏറ്റവും ജാസ്തി ഇമോഷൻസ് കൊടുക്കുന്നതാ അതെ. വയലിനാ. ആ മോഹിനിയാട്ടത്തിലെ വിരഹവും പ്രണയവും എല്ലാം വയലിൻ. വയലിൻ അങ്ങ് വായിക്കല്ലോ, വയലിൻ അങ്ങ് സ്വന്തമായ ശബ്ദം ഉണ്ടാക്കിയിട്ട്. അതപ്പോൾ മോളൊക്കെ എല്ലാ ഭാവുകാശംസകളും നേരുന്നു. താങ്ക് യു സോ വളരെയധികം സന്തോഷമുണ്ട്. ഫാമിലിയൊക്കെ എങ്ങനെയാണ് കലാപരമായിട്ട്? അവര് എന്തെങ്കിലും കലയുമായിട്ട് മാമൻ മ്യൂസിക് സാറായിരുന്നു. മാമൻ പിന്നെ മൃദംഗം, ഡാൻസിനൊക്കെ റൈറ്ററാണ്. പിന്നെ അച്ഛനാണ് എൻ്റെ ആദ്യ ഗുരു. അച്ഛനാണ് പാട്ട് പഠിപ്പിച്ചത്. പാട്ട് പഠിപ്പിച്ചത് കീബോർഡിസ്റ്റ് ആണ്. പിന്നെ മുത്തശ്ശൻ ആള് പഴയ പാട്ടുകാരൻ, ഗാനമേള പണ്ട് മുതൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് കിട്ടിയ ഒരു വാസനയാണ് അത് മോള് കൊണ്ടുപോകുന്നത്. വളരെയധികം സന്തോഷമുള്ള കാര്യം. അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. ശിശുരയുടെ അമ്മ അല്ലെ? അമ്മയുടെ പേര് പറയൂ. സീന. 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 അപ്പൊ സീന ചേച്ചി എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതെയോ ഹൗസ് വൈഫ് ആണോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഫോറസ്റ്റില്. ഫോറസ്റ്റില്? അതുകൊണ്ടാണോ പച്ച സാരി കൊടുത്തിട്ട്? ഇന്നിവിടെ മൊത്തം പച്ചമയാണ്. അത് പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിക്കുന്ന ആളായതുകൊണ്ടാണ്. അപ്പൊ കാട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് വെറുതെ പേടിക്കുന്നതാണ്. അതാണ് അല്ല, ഈ കാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യന്മാരാണ്. അവര് കേറാതിരിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഓക്കെ, എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഇത് മാമനാണ്. ഓക്കെ, അപ്പൊ താങ്കളാണ് മൃദംഗിസ്റ്റ് അല്ലേ? ഞാൻ പാട്ടുമാഷാണ്. പാട്ടുമാഷാണ്. പിന്നെ ആശാശരത്തിന്റെ കൂടെ 5 വർഷം അവിടെ സ്കൂളിലായിരുന്നു, കൈരളി കലാകേന്ദ്രയിൽ. അതിനുശേഷം ഇവിടെ പേര് സിജിൽ കൊടുങ്ങല്ലൂർ എന്നാണ് അറിയുന്നത്. 2 കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോ എന്താണ് ശിശിര എന്ന് പറയുന്ന മരുമകൾക്കുപരി ഈ ഒരു കുട്ടി, ഈ ഒരു കലാകാരിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മിടുക്കിയാണോ? ചെറുപ്പത്തിലെ ആ ടാലന്റ് കാണിച്ചിരുന്നു. പിന്നെ പാട്ടും നന്നായിട്ട് പാടും. പിന്നെ വയലിൻ വെസ്റ്റേൺ പഠിക്കാതെ തന്നെയാണ് കൂടുതലും ഇപ്പോൾ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ പഠിക്കാതെ തന്നെ അത് വായിക്കാൻ തുടങ്ങി അല്ലേ? അടിപൊളി. അപ്പോൾ ഒരു ആദ്യത്തെ ടെലിവിഷൻ ഷോ ആണ് ഇന്ന് ശിശിരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ടെലിവിഷൻ ഷോ ആണ് കേട്ടോ. അമ്മ ഹാപ്പിയാണോ? അമ്മ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളും ആ പെർഫോമൻസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വയലിൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എന്താണ് കൈലാഷ് നമ്മുടെ ശിശിരക്കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? ശിശിരക്കുട്ടിയല്ല, എമ്മയ്ക്ക് പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി പക്ഷെ ഗംഭീരായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അല്ല ഞാൻ കേട്ടെ, ഈ
വയലിന് നമുക്കിങ്ങനെ വയലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബാലഭാസ്കർ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സുഹൃത്തായിരുന്നു. നമ്മൾ വയലിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മാജിക്സ് കാണിച്ചു തന്ന ആളാണ്. അപ്പം അദ്ദേഹമാണ് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കോ? തീർച്ചയായും ചെയ്യാം. കൈലാഷിന്റെ ഇഷ്ടമുള്ള മനസ്സിലൊരു പാട്ട് വരുന്നതെങ്കിൽ പറഞ്ഞോളൂ, ശിശിര അത് വായിച്ചു തരുന്നതായിരിക്കും. വയലിന് ആദ്യം പറഞ്ഞിരുന്നത് ഫിഡിലെന്നാ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഫിഡിലാ. ഫിഡിൽ പഠിക്കാനാ പോയതല്ലേ അന്ന്? ഫിഡിൽ വീട്ടിലൊന്ന് പഠിപ്പിക്കാൻ. അതറിയായിരുന്നോ? അങ്ങനെയുള്ള പേരുള്ള അറിയായിരുന്നു. അതാണ്. ഈ പഴയ ഒരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, നമ്മുടെ 1000 കണ്ണുമായി. അത് പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ഓക്കെ, ശ്രമിക്കാം. നമുക്ക് ഒരു ശ്രമം നടത്താം. റെഡി, 1 2 3. എന്ത് സാധനമാണ് ഗംഭീരം. നമ്മളെന്താ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നമുക്കൊരു ഇച്ചിരി ഒരു ഫാസ്റ്റ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാലഘട്ടമായ സ്ഥിതിക്ക് നമുക്കൊരു മമ്മൂക്കനെ നമ്മൾ രച് ചെയ്യണം. വെണ്ണില ചന്ദനക്കിണ്ണം. അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. വെണ്ണില ചന്ദനക്കിണ്ണം കൂടി നമുക്കൊന്ന് കേട്ട് കളയാം. റെഡി? എന്തായാലും വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച് ശിശിരയ്ക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമ്മാനം ഞാൻ എടുത്തിട്ട് വരാം. നിങ്ങളാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ? എന്തായാലും ഒരുപാട് സന്തോഷം. ശിശിര ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, അല്ലേ? തീർച്ചയായും. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ഇത്ര നേരം അടിപൊളിയായിട്ട് ഈ ഷോ കൊണ്ടുപോയ നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ രസകരമായ ഒരു എപ്പിസോഡിന് ഇന്ന് സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. പക്ഷേ ശിശിരക്കുട്ടി നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടിത്തരും, അല്ല വയലിനിൽ വായിച്ചു തരും. അപ്പൊ ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ പ്രേക്ഷകർക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കൂ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.